മഹാരാജാസ് കോളേജിലെയും ലോ കോളേജിലെയും വിദ്യാഭ്യാസത്തിന് ശേഷം പലയിടത്തും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. മലയാള മനോരമയിൽ ഒരു പരസ്യം കണ്ട് ഞാൻ അപേക്ഷ കൊടുക്കുകയും ടെസ്റ്റ് എഴുതുകയും ആ ടെസ്റ്റിൽ വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ചീഫ് എഡിറ്റർ KM മാത്യുവിൻ്റെ ഓഫീസിൽ മുറിയിൽ തന്നെയായിരുന്നു ഇൻ്റർവ്യൂ. സീനിയറായിട്ടുള്ള എഡിറ്റർമാരെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു, VKB ഒക്കെ ഉൾപ്പെടെ. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല. അവരുടേതായ ചില മനഃശാസ്ത്രപരമായ ടെസ്റ്റുകൾ കൂടിയൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. അതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും പക്ഷെ ഞാൻ പിന്നീട് ആലോചിക്കാറുണ്ട്, അന്ന് മനോരമയിൽ ജോലി കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ ഒരു കളർലെസ് ആയ ഒരു വ്യക്തിയായി എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഞാൻ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോരുമായിരുന്നു. ഈ പരിശ്രമങ്ങൾക്കെല്ലാം ശേഷം ഞാൻ കേരള ടൈംസ് എന്ന പത്രത്തിൽ ആണ് പത്രപ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറഞ്ഞല്ലോ. അത് സ്വാഭാവികമായും മലയാളം പത്രമാണ്. പക്ഷെ എനിക്ക് അന്ന് എൻ്റെ ആരാധനാമൂർത്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകളായിരുന്നു. മനോരമയിലെ ഇൻ്റർവ്യൂവിൽ KM മാത്യു ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്രാധിപർ ആര് എന്നായിരുന്നു. ഞാൻ അതിന് നൽകിയ ഉത്തരം ഫ്രാങ്ക് മൊറൈസ് എന്നായിരുന്നു. ഞാൻ അന്ന് വായിച്ചിരുന്ന ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ആണ്. വളരെ ഗ്ലാമറസായി പത്രപ്രവർത്തനത്തിൽ വ്യാപരിച്ചിരുന്ന ഫ്രാങ്ക് മൊറൈസ്. അപ്പോൾ ശ്രീ KM മാത്യുവിൻ്റെ പ്രതികരണം, ഫ്രാങ്ക് മൊറൈസ് നല്ല പത്രാധിപരാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പക്ഷെ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മദ്യപാനിയല്ലേ എന്നിങ്ങനെ കൈകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ദുസ്വഭാവങ്ങൾ പലതും കാണും, പക്ഷെ അദ്ദേഹത്തെ പോലെ എഴുതാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഞാൻ അഭികാമ്യമായി കരുതുന്നത് അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ പാളിച്ചയ്ക്ക് കാരണമായത്. അങ്ങനെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആവണം, ഫ്രാങ്ക് മൊറൈസിനെ പോലെ അല്ലെങ്കിൽ പോത്തൻ ജോസഫിനെ പോലെ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ പോത്തൻ ജോസഫ് അവസാനമായി പത്രാധിപരായിരുന്ന ഡെക്കാൻ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ജോലി, അതായിരുന്നു ഉദ്ദേശം. ഞാൻ ചെല്ലുമ്പോൾ VB മേനോൻ എന്ന മലയാളിയാണ് എഡിറ്റർ. അദ്ദേഹം വളരെ അനുഭാവത്തോടെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു, സംസാരിച്ചു. പക്ഷെ അദ്ദേഹം ഒരു ന്യൂനത കണ്ടെത്തിയത് എനിക്ക് ജേർണലിസത്തിൽ ഒരു പരിചയം, ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഡിപ്ലോമ സംഘടിപ്പിക്കുക, എന്നിട്ട് വീണ്ടും വരിക, നമുക്ക് അന്നേരം നോക്കാം. ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, അന്ന് പോത്തൻ ജോസഫ്, വിഖ്യാതനായ ഇന്ത്യൻ എഡിറ്റർ, കാർട്ടൂണിസ്റ്റ് ശങ്കറുടെയൊക്കെ ഗുരു, അദ്ദേഹം ബാംഗ്ലൂരിൽ വിശ്രമ ജീവിതത്തിലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിലാസം തേടിപ്പിടിച്ച് വീട്ടിലെത്തി. ശുപാർശ ചെയ്യിക്കുന്നതിന് വേണ്ടിയല്ല, കാരണം പോത്തൻ ജോസഫ് അങ്ങനെയൊരു അവസ്ഥയിൽ ആയിരുന്നില്ല അക്കാലത്ത് എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഏകനായി, ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ വരാന്തയിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നു, സ്വയം പരിചയപ്പെടുത്തി, ആഗമനോദ്ദേശം അറിയിച്ചു. അദ്ദേഹത്തിന് വേണ്ടത് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം സ്മൃതിക്ഷയം എന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരുന്നു.
പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതെന്താണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിലും എനിക്ക് കിട്ടിയ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നത് പോത്തൻ ജോസഫ് എന്ന വിഖ്യാതനായ പത്രാധിപരുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയുമാണ് ഞാൻ പത്രപ്രവർത്തനം എന്ന രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള മടക്കയാത്ര നേരെ കൊച്ചിയിലേക്കായിരുന്നില്ല, ഞാൻ ചെന്നൈയിലേക്കാണ് പോയത്. അവിടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്ര ഓഫീസിലേക്ക് കടന്നു ചെന്ന് അവിടെ അതിൻ്റെ മുഴുവൻ അധിപനായി അവിടെ കഴിഞ്ഞിരുന്ന എല്ലാവരും മാസ്റ്റർ എന്ന് വിളിക്കുന്ന ശേഷാദ്രി എന്നു പേരുള്ള എഡിറ്റർ, അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കയറി ചെന്ന് കണ്ടത്. മാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഗോയങ്കയുടെ, പത്ര ഉടമ രാംനാഥ് ഗോയങ്കയുടെ മകൻ്റെ ട്യൂഷൻ മാസ്റ്ററായി സ്ഥാപനത്തിലെത്തുകയും പിന്നെ ആ സ്ഥാപനത്തിലെ എല്ലാമായി മാറുകയും ചെയ്ത ആളാണ് ഈ ശേഷാദ്രി എന്ന മാസ്റ്റർ. ഞാൻ അദ്ദേഹത്തോട് എനിക്കൊരു ജോലി തരണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ കാര്യമായി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒടുവിൽ പറഞ്ഞു, ജോലി തരാം, പക്ഷെ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്, ആ കേസ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു കേസായിരുന്നു ശേഷാദ്രി പരാമർശിച്ചത്. പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി പത്രങ്ങളുടെ പേജും വിലനിർണ്ണയം അതിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിനെതിരെയാണ് പത്ര ഉടമകൾ സുപ്രീം കോടതിയിൽ കേസ് നൽകിയത്. അതങ്ങനെ മാസങ്ങളോളം നീണ്ടുപോയി. അതിനിടയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെ സബ് എഡിറ്റർമാരെയും റിപ്പോർട്ടർമാരെയും ആവശ്യമുണ്ട് എന്ന പരസ്യം വന്നു. പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്ലൈ ചെയ്തു. തിരുവനന്തപുരത്ത് എഡിറ്റർ ആയിരുന്ന SK അനന്തരാമൻ, അദ്ദേഹവും ഇന്ത്യൻ എക്സ്പ്രസ് ഈ അധികാര ശ്രേണിയിൽ വളരെ സ്വാധീനമുള്ള ഒരു നിർണായക വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ശാന്തി നഗർ, അവിടെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ചെന്നു, സംസാരിച്ചു. അദ്ദേഹം സംപ്രീതനായി, ജോലി തരാം എന്ന ഉറപ്പ് അവിടെ വെച്ച് തന്നെ തരികയും ചെയ്തു. പക്ഷേ മാസ്റ്റർജി പറഞ്ഞ അതേ പ്രശ്നം അവിടെയും ഉണ്ടായി, ആ കേസ് കഴിയട്ടെ എന്നുള്ളത്. അങ്ങനെ കേസ് ഒടുവിൽ കുറേ മാസങ്ങൾക്ക് ശേഷം വിധി വന്നു. ആ വിധി, സുപ്രീം കോടതി വിധി, പത്ര ഉടമകൾക്ക് അനുകൂലമായിരുന്നു. അതിന് ശേഷമാണ് ഫോർട്ട് കൊച്ചി കൽവത്തിയിലെ ആസ്പിൻവാൾ ബിൽഡിങ്ങിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കേരള എഡിഷൻ ആരംഭിച്ചത്. പക്ഷെ അതിനിടയ്ക്കുള്ള കാത്തിരിപ്പിൻ്റെ കാലമുണ്ടല്ലോ, അത് മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്താമായിരുന്ന ഒരു കാലമായിരുന്നു. ജോൺ ബോളും കലൂർ ഡെന്നീസും ആർട്ടിസ്റ്റ് കിത്തോയും ഞങ്ങളുമൊക്കെ ചേർന്നുള്ള ഒരു സംഘം, മറ്റേ ജംഗ്ഷൻ സംഗമവേദി, MG റോഡ് ജംഗ്ഷനിൽ ഞങ്ങൾ സമ്മേളിച്ചിരുന്ന ആ കാലം, ചിത്രപൗർണമി എന്ന പേരിലുള്ള പ്രസിദ്ധീകരണം ഇറക്കിയിരുന്ന കാലം, സിനിമയിലേക്ക് കൂടുതൽ ഞങ്ങൾ അടുക്കുകയും ആ സിനിമയുടെ ആ മായാവലയത്തിൽ ജോൺ ബോളും കല്ലൂർ ഡെന്നീസുമൊക്കെ അകപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്ത കാലമാണത്. ചിത്രപൗർണമിയുടെ എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് സിനിമാ സർക്കിളിൽ ധാരാളം പരിചയങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ മദ്രാസ് പ്രതിനിധി ഒരു രഘുരാജ് നെട്ടൂർ അടിയന്തരമായി വിളിച്ചു പറഞ്ഞു, KG ജോർജ് ഒരു സിനിമയെടുക്കുന്നു, ആ സിനിമയിൽ നായകൻ്റെ റോളിൽ അഭിനയിക്കുന്നതിന് എന്നെ, സെബാസ്റ്റ്യൻ പോളിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. സ്വപ്നാടനം എന്നാണ് ആ സിനിമയുടെ പേര്. സ്വപ്നാടനത്തിൽ ആ റോൾ എനിക്ക് വേണ്ടി ജോർജ് കരുതിയ ആ റോൾ എനിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. പകരം ഒരു ഡോക്ടർ മോഹൻദാസ് ആണത് സ്വീകരിച്ചത്.
അന്നത്തെ ഡോക്ടർ മോഹൻദാസിനെ ആ സിനിമയിൽ കണ്ടിട്ടുള്ളവർക്ക് എന്തുകൊണ്ടാണ് KG ജോർജ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാവും. കാരണം ഞാൻ അത്രമാത്രം മെലിഞ്ഞ് ശോഷിച്ച് ഇരുന്നിരുന്ന ഒരു രൂപമായിരുന്നു അന്ന് എൻ്റേത്. അവൾ വേണമെങ്കിൽ സിനിമയിലേക്ക് അന്ന് തിരിഞ്ഞു പോകാമായിരുന്നു. ഡോക്ടർ മോഹൻദാസ് അതിനുശേഷം മറ്റു ചില സിനിമകളിലും കൂടിയൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് ആ ജോലി വേണ്ട എന്ന് കരുതി പോയത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സിനിമ അല്ലെങ്കിൽ പത്രം എന്ന ഒരു ചോയ്സിലേക്ക് ഞാൻ എത്തിച്ചേരാൻ നിർബന്ധിതനായ കാലമായിരുന്നു അത്. KG ജോർജിൻ്റെ ഈ ഇൻവിറ്റേഷൻ മാത്രമല്ല, സിനിമയുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ഗൗരവമായ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ സജഷൻ അതുണ്ടായത് പ്രഗത്ഭനായ സംവിധായകൻ വിൻസെൻ്റ് മാഷിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അന്ന് ഞാൻ മദ്രാസിലുള്ളപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു VT നന്ദകുമാർ എന്ന നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ നോവൽ സിനിമയാക്കിക്കൊണ്ടിരിക്കുന്നു. കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി എന്നറിയപ്പെടുന്ന നിർമ്മാതാവ് അവിടെയുണ്ട്. അപ്പോഴാണ് ഈ നിർദ്ദേശം വന്നത്. പക്ഷെ അത് ഞാൻ സ്വീകരിച്ചില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള ചോയ്സ് വളരെ പരിമിതമായിരുന്നു. പത്രം അല്ലെങ്കിൽ സിനിമ ഏത് വേണം എന്നുള്ളത്. ഞാൻ വളരെ സുവ്യക്തമായ കാരണങ്ങളാൽ പത്രം എന്ന ആ വഴിയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സിനിമയിലേക്ക് ഞാൻ കടക്കേണ്ടി വന്നില്ല. പക്ഷെ അക്കാലത്ത് അതൊരു നല്ല കാലമായിരുന്നു. ഞാൻ ഈ മദ്രാസിൽ ജോലി അന്വേഷിച്ചൊക്കെ നടക്കുന്ന കാലത്ത് അതിനുശേഷമൊക്കെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഗായകൻ JM രാജു, ലത എന്ന ഗായികയുടെ ഭർത്താവ്, അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഒരു സിനിമ എടുക്കുന്നുണ്ടായിരുന്നു, കാറ്റ് വിതച്ചവൻ എന്ന പേരിൽ. JM രാജുവിനെ കാണുന്നതിനും ആ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനും ഞാൻ അവിടെ ചെന്നു. അപ്പോൾ രാജു എൻ്റെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി തന്നു. അയാളവിടെ ഇരുന്ന് ഒരു ചിത്രം വരയ്ക്കുകയാണ്, പോസ്റ്റർ തയ്യാറാക്കുകയാണെന്നാണ് രാജു പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് IV ശശി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ സിനിമയുടെ വാതിലുകൾ പലതരത്തിൽ തുറക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് സിനിമയുമായി നല്ല ബന്ധം, താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നിട്ടും ഞാനത് സ്വീകരിക്കാതെ പത്രത്തിൽ നിന്നുള്ള ആ വിളിക്ക് വേണ്ടി ക്ഷമാപൂർവ്വം കാത്തിരുന്നു. ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ ഒരു ആസ്ഥാന നഗരമായിരുന്നു അന്നത്തെ എറണാകുളം. ധാരാളം ഫിലിം പ്രസിദ്ധീകരണങ്ങൾ, സിനിമയ്ക്ക് വേണ്ടി ചാനലോ അല്ലെങ്കിൽ ദിനപത്രങ്ങൾ തന്നെയോ കാര്യമായ സ്പേസ് ഒക്കെ നൽകാത്ത ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ പൊതുവെ ജനങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അന്തസ്സോടെ വായിക്കാൻ കഴിയുന്ന പ്രസിദ്ധീകരണങ്ങൾ അക്കാലത്ത് കുറവായിരുന്നു എന്നത് മറ്റൊരു ദുഃഖ സത്യമാണ്. അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ നിരോധിക്കപ്പെടേണ്ട പ്രസിദ്ധീകരണങ്ങളാണ്. അവയൊക്കെ ഈ സിനിമാ പ്രസിദ്ധീകരണം എന്ന ലേബലിൽ ആണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. ചില പേരുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. സൈലം ആലുവ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ. ജനധ്വനി എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം. അതിൽ അദ്ദേഹം സൃഷ്ടിച്ചൊരു കഥാപാത്രത്തിൻ്റെ പേര് അക്കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു, അതിരസം കുഞ്ഞന്നാമ്മ. ഇപ്പോൾ തന്നെ ആ പ്രസിദ്ധീകരണത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള കാലത്ത് സാമാന്യം അന്തസ്സോടെ, നമ്മളെല്ലാ പത്രധർമ്മവും പാലിച്ച് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അന്തസ്സോടെ നടത്തിയിരുന്ന പ്രസിദ്ധീകരണമായിരുന്നു ചിത്രപൗർണമി. ഞങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഗോസിപ്പുകൾ എഴുതുമ്പോൾ പോലും അതിലൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ മറ്റ് ചില പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെയല്ല. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ട്,
ചിത്രകൗമുദി എന്ന ഒരു പേരിലൊരു വാരിക ഉണ്ടായിരുന്നു. ആ ചിത്രകൗമുദിയിൽ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ വന്നപ്പോൾ അതിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ എണ്ണം, അച്ചടിക്കുന്ന കോപ്പിയുടെ എണ്ണം ഇങ്ങനെ ഉയർന്ന് ലക്ഷത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി. അന്ന് കേരള ടൈംസിലായിരുന്നു ഇതൊക്കെ അച്ചടിച്ചു കൊടുത്തിരുന്നത്. അവിടെ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഓട്ടോമാറ്റിക് പ്രിൻറ്റിങ് യന്ത്രം ഉണ്ടായിരുന്നു. ആ യന്ത്രത്തിന് അച്ചടിച്ചിറക്കാൻ കഴിയാത്ത രീതിയിൽ കോപ്പിയുടെ എണ്ണം ഓരോ ആഴ്ചയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്തരം പ്രസിദ്ധീകരണങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു വലിയ വിൽപ്പന ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ചിത്രപൗർണമിക്ക് ഉണ്ടായിട്ടില്ല. ക്വാളിറ്റി മാത്രമല്ല, മറ്റ് പല സാഹചര്യങ്ങൾ കൂടി ഒത്തുചേരുമ്പോഴാണ് ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ വിൽപ്പന വർദ്ധിക്കുന്നത്. പക്ഷേ ഇറക്കിയിടത്തോളം കാലം നന്നായി ഇറക്കി എന്നൊരു തൃപ്തി ഞങ്ങൾക്കുണ്ടായിരുന്നു ചിത്രപൗർണമിയുടെ കാര്യത്തിൽ. സിനിമയിലേക്കുള്ള വഴികൾ ഈ ചിത്രപൗർണമി കാലത്ത് പല രീതിയിൽ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. ബോധപൂർവം ഞാൻ അവിടെ നിന്നൊരു അകലം പാലിക്കുകയും ചെയ്തു. കാരണം എൻ്റെ നോട്ടത്തിൽ എൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് പത്രപ്രവർത്തനമാണ്. അതെൻ്റെ ഒരു ഉറച്ച ബോധ്യമായിരുന്നു. എല്ലാ ബോധ്യങ്ങളും ശരിയായിരുന്നു എന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ സിനിമ എന്നെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു പോയിട്ടില്ല. എനിക്ക് തന്നെ ചില പ്രസിദ്ധീകരണങ്ങൾ ചിത്രപൗർണമിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഒരു പ്രസിദ്ധീകരണം ഇറക്കുന്നത്, എൻ്റെ ഉടമസ്ഥതയിലും പത്രാധിപത്യത്തിലും ഇറക്കുന്നത് സിംഹനാദം എന്ന പേരിൽ ഒരു ലിറ്റിൽ പബ്ലിക്കേഷനാണ്. സിംഹനാദം കുറേ കാലമൊക്കെ രംഗത്തുണ്ടായിരുന്നു. നല്ല ലേഖനങ്ങളൊക്കെ അതിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്ത് സുരേഷ് മാഞ്ഞൂരാനും ഒക്കെ ചേർന്ന് ലാവണ്യ എന്ന പേരിൽ ഒരു ഫിലിം മാഗസിൻ ആരംഭിച്ചു. അന്ന് ഈ നാന തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളൊന്നും രംഗത്തെത്തിയിട്ടില്ല. അല്പം മുതൽ മുടക്കിന് സൗകര്യമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ലാവണ്യ നല്ല നിലയിൽ പോകേണ്ടിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില സിനിമാ രംഗത്ത് നിന്നുള്ള ചില ഓഫറുകൾ, അഭിനയിക്കുന്നതിനും സഹസംവിധായകനാകുന്നതിനും മാത്രമല്ല അല്ലാതെയും ചില ഓഫറുകൾ വന്നുകൊണ്ടിരുന്നു. തിരക്കഥ എഴുതുന്നതിനുള്ള ഓഫർ, ഇതൊക്കെ എങ്ങനെ എന്നെ തേടി വരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ SSLC പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള ആ അവധിക്കാലത്ത് പരിചയപ്പെട്ട സുഹൃത്താണ് JC. അന്ന് JC കുറ്റിക്കാട് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് JC എന്നാക്കി ചുരുക്കി. അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന സിനിമാ സംവിധായകൻ ആയി മാറുകയും ചെയ്തു. നമ്മൾ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് അന്നൊരു നീണ്ട കഥ എഴുതുക എന്നുള്ളത് എല്ലാവരുടെയും ചെറുപ്പക്കാരുടെ ഒരു മോഹമാണ്. നീണ്ട കഥ എന്ന് പറഞ്ഞാൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തണം. അത് നോവൽ എന്നല്ല പറയുന്നത്, നീണ്ട കഥ എന്നാണ് പറയുന്നത്. അതിൽ ആർട്ടിസ്റ്റ് അല്ല ഇല്ലസ്ട്രേഷൻ വരയ്ക്കുന്നത്, മറിച്ച് ജീവനുള്ള നടീനടന്മാരെ നിർത്തി ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയാണ് ഈ നീണ്ട കഥയ്ക്കൊപ്പം കൊടുക്കുന്നത്. അപ്പോൾ ആ അവധിക്കാലത്ത് ഞാനും ഒരു നീണ്ട കഥ എഴുതി. അതിൻ്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ക്രിപ്റ്റൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇല്ല. നീർച്ചാലുകൾ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അക്കാലത്ത് മനോരമ ആഴ്ചപ്പതിപ്പിൽ JCയുടെ നീണ്ട കഥകൾ ആദ്യം മുൾക്കിരീടം എന്ന പേരിൽ ഒന്ന് വന്നു. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അലയാഴി എന്ന പേരിൽ ഒരു നീണ്ട കഥ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ JCയെ കലൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് എൻ്റെ കയ്യെഴുത്ത് പ്രതി സമർപ്പിച്ചു. ഇത് വായിച്ച് ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിനുള്ളൊരു സൗകര്യം ചെയ്തു തരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. JC പറഞ്ഞ ദിവസം ഞാൻ തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹം ഇത് മടക്കി തന്നു. അദ്ദേഹം കുറേ നിർദ്ദേശങ്ങളൊക്കെ അതിൽ കാണിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, തൽക്കാലം ഇത് പ്രസിദ്ധപ്പെടുത്തേണ്ട, മറിച്ച് അദ്ദേഹം ഒരു കുറിപ്പ് എനിക്ക് തന്നു. ഒരു നോട്ട്ബുക്കിൻ്റെ ഷീറ്റ് കീറിയ ഒരു കുറിപ്പാണ്.
ജെ.സിയുടെ ഒരു പ്രത്യേകത അതിമനോഹരമായ കയ്യക്ഷരമാണ്. അദ്ദേഹം ഒരു നീല നിറമുള്ള കടലാസിൽ വയലറ്റ് മഷി കൊണ്ട് എഴുതുന്ന ഒരു സ്വഭാവക്കാരനുമാണ്. അത് നോക്കി ഇരിക്കാൻ തന്നെ കൗതുകമാണ്. അപ്പോൾ ജെ.സി എനിക്ക് തന്ന കുറിപ്പിലുള്ളത് കുറേ പുസ്തകങ്ങളുടെ ലിസ്റ്റാണ്, അല്ലെങ്കിൽ നോവലിസ്റ്റുകളുടെ ലിസ്റ്റാണ്. അപ്പോഴാണ് ഞാനന്ന് SSLC കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. M.T. വാസുദേവൻ നായർ, പാറപ്പുറത്ത്, K. സുരേന്ദ്രൻ, ഉറൂബ്, S.K. പൊറ്റക്കാട്ട് തുടങ്ങിയ പേരുകളൊക്കെ ഞാൻ കേൾക്കാനിടയായത് ജെ.സി തന്ന ആ കുറിപ്പ് വായിച്ചപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, വരുന്ന വഴിക്ക് കലൂർ സഹൃദയ വായനശാലയുണ്ട്, ആ വായനശാലയിൽ ഈ പുസ്തകങ്ങളൊക്കെ കിട്ടും. ഞാൻ ആ വായനശാലയിൽ പോയി. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു, 25 പൈസ കൊടുത്ത് അംഗത്വമെടുത്ത് ജെ.സി കുറിച്ച് തന്നത് മാത്രമല്ല, ആ വായനശാലയിൽ ഉള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളും എന്ന് വെച്ചാൽ നോവലുകൾ ഞാൻ വായിച്ചു തീർക്കുകയും ചെയ്തു. അതോടെ ഒരു തീരുമാനം ഞാൻ എടുത്തു, നീണ്ട കഥ എഴുതുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ജെ.സി കൂടി പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മനോരമയിലെ നീണ്ട കഥ എഴുതുന്ന ഒരു സാഹിത്യകാരനായി മാറേണ്ടതാണ്. ഏതായാലും ആ ഒരു സാധ്യത ജെ.സി തടഞ്ഞു. ജെ.സി പിന്നീട് അന്ന് നാടക നടനായിരുന്നു. ജെ.സി കുറ്റിക്കാട് എന്ന പേരിൽ എഴുത്തുകാരൻ, നോവലിസ്റ്റായിരുന്നു. നീണ്ട കഥയൊക്കെ എഴുതുന്നു മനോരമയിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം പത്രാധിപർ കൂടിയായിരുന്നു. ഉഷ എന്ന പേരിൽ ഒരു സിനിമാ മാസത്തിലൊന്ന്, അതിൻ്റെ പത്രാധിപരും ജെ.സി ആയിരുന്നു. ജെ.സി അങ്ങനെയിരിക്കെ ചലച്ചിത്ര സംവിധായകനുമായി. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് പുറപ്പാട്. ഒരു നിയമക്കുരുക്കിൽപ്പെട്ട് പത്തനംതിട്ട കോടതിയിൽ കേസിൽ ആയപ്പോൾ അഭിഭാഷകൻ എന്ന നിലയിൽ ആ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വേണ്ടി പത്തനംതിട്ട കോടതിയിൽ ഹാജരായി അനുകൂലമായ ഉത്തരവ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനും മുമ്പുള്ള ഒരു കാലത്ത് ജെ.സി സംവിധായകനായി അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ എനിക്ക് ഒരു 1000 രൂപ എൻ്റെ പോക്കറ്റിൽ വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനുള്ള അഡ്വാൻസാണ്. സിനിമയുടെ പേരും അദ്ദേഹം പറഞ്ഞു, ഏലം എന്നാണ് സിനിമയുടെ പേര്. പക്ഷെ അത് എഴുതേണ്ടി വന്നില്ല. കാരണം അപ്പോഴേക്കും ആ പ്രൊഡ്യൂസർ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് പോയി. ഞാൻ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ജെ.സിയോട് പറഞ്ഞു, ജെ.സി ഒരു കടം നിൽക്കുന്നുണ്ട്, 1000 രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജെ.സി പറഞ്ഞത്, സിനിമാ രംഗത്ത്, സിനിമയിൽ കടവുമില്ല കടപ്പാടുമില്ല, അതുകൊണ്ട് അഡ്വാൻസ് വാങ്ങിയത് തിരിച്ചു കൊടുക്കുക എന്നൊരു വിഷയം ഇല്ല. 1000 രൂപ അക്കാലത്ത് സാമാന്യം നല്ല തുകയാണെങ്കിലും മലയാള സിനിമയുമായി എനിക്കുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളം എന്ന നിലയിൽ ആ കണക്ക് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. സിനിമ എടുക്കുന്നതിന് എല്ലാ കാലത്തും പ്രൊഡ്യൂസർമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവസാനിക്കാത്ത ഒരു വർഗമാണത്. ഒരാൾ വരുന്നു, നിഷ്ക്രമിക്കുന്നു, അടുത്തയാളെപ്പോഴേക്കും എത്തിക്കഴിയും. വല്ലാർപാടത്തമ്മ എന്ന പേരിൽ ഒരു സിനിമ ഇറക്കാൻ പോകുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ്, ആ ജോലിയും എന്നെ ഏൽപ്പിച്ചു. അത് ഞാനും എൻ്റെ സുഹൃത്ത് സുരേഷ് മാഞ്ഞരാനും ഒക്കെ ചേർന്നൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിന് അഡ്വാൻസും കിട്ടിയില്ല, പ്രതിഫലം ഒട്ടും കിട്ടിയില്ല, സിനിമ ആയതുമില്ല. അപ്പോഴേക്കും നിർമ്മാതാക്കൾ സ്ഥലം വിട്ടു.